അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പറഞ്ഞ പോലെ തന്നെ മിഷൻ ചെയ്യണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ കൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എന്താ ഉള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ആയത് എൻ്റെ ഭാര്യ മാറ്റി വെച്ച കുറച്ച് പൈസ, എൻ്റെ ഉണ്ണിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച പൈസ, കുറച്ച് പൈസ പുറത്തേക്ക് പോലെ കയ്യിൽ വെച്ചാൽ പറഞ്ഞിട്ട്. സാധാരണ അപ്പച്ചനാണ് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്യാറ് എന്ത് മിഷൻ ചെയ്യണിക്ക് പോകും. അപ്പച്ചൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയ കാരണം കൊണ്ട് ഞാൻ തന്നെ പ്രാർത്ഥിക്കാന്ന് വെച്ചു. കൂടെ ഒരാളും കൂടി ഉണ്ട്, നിങ്ങൾ കാണാൻ എൻ്റെ ഉണ്ണിയാണത്. അവനും കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ നിന്ന് അവിടെ. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അമ്മയോടൊക്കെ യാത്ര പറഞ്ഞ് ഞാനിപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇതെൻ്റെ വലിയൊരു സ്വപ്നമാണ്, അപ്പോൾ തന്നെ വലിയൊരു മിഷനാണ്, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഞാൻ സൈക്കിളും കൊണ്ട് ഇറങ്ങിയതാണ് ഒരു വീട് കേട്ടോ. ചെറിയൊരു വീടാണ്, എന്നാലും ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടെ. ചെറിയ വീട് വലിയ വീടൊന്നും അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ ആഗ്രഹം പോലെയാണ്, നമ്മുടെ മനസ്സ് പോലെയാണ് എല്ലാ കാര്യങ്ങളും. അമ്മ എപ്പോഴും പോകുമ്പോഴും ഗോഡ് ബ്ലസ് യു എന്ന് പറയാൻ മറക്കില്ല. അത് അമ്മയുടെ ഏറ്റവും വലിയൊരു, ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എൻ്റെ അമ്മ ഒരിക്കലും ഒരു നെഗറ്റീവ് പറയുകയോ ഡീമോട്ട് ചെയ്യുകയോ ഒന്നും അങ്ങനെ ചെയ്യണ ഒരു അമ്മയല്ല. എൻ്റെ ഭാര്യ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വഴിയാണ് കേട്ടോ. വഴി കൂടെ സൈക്കിൾ ഔട്ടിട്ട് പോകണം നമുക്ക് വലിയാലയ്ക്ക് എത്തണമെങ്കിൽ. വലിയാലയ്ക്ക് ഏകദേശം ഒരു 3-4-5 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക്. വളരെ സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഈ മിഷൻ ജേണി സ്റ്റാർട്ട് ചെയ്തേക്കണത്. വലിയൊരു വിഷനാണ്, കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു മിഷനാണത്. അത് എളുപ്പമല്ല, പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ്. സ്നേഹിക്കുന്ന കുറേ ജനങ്ങളും പ്രാർത്ഥിക്കുന്ന കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരും കുറേ സഹോദരന്മാരും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സ് ഓക്കെ ആണെങ്കിൽ, നമ്മുടെ മനസ്സ് ജെന്യുവനാണെങ്കിൽ, നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, നമുക്കതിലേക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റായിക്കില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടുപോകായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ എത്തിക്കായിരിക്കും. അങ്ങനെയല്ല, ആ ഒരു ചിന്ത മാറ്റി ചിന്തിച്ചോടെ. നമുക്ക് എന്തുകൊണ്ട് ആരെങ്കിലുമൊക്കെ ആയിക്കോളൂടാ, നമുക്കാവാൻ പറ്റും, നമുക്കാവാൻ പറ്റായില്ല. ഇതാണ് തൃശ്ശൂർ റൗണ്ട് കേട്ടോ. തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തന്നെ ഒരുപാട് ഈ പാർട്ടി പ്രവർത്തകരും ഒരുപാട് മതങ്ങളും ഒരുപാട് ജാതികളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പ്രാർത്ഥന നമുക്ക് വളരെ അനിവാര്യമാണ്. കാരണം അപ്പോൾ തന്നെ ഒരുപാട് മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലതരത്തിലും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടും, പലതരത്തിലും പല ഗുണ്ടായുസങ്ങൾക്കും പലതരത്തിലുള്ള തെറ്റായ രീതിയിലും കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് തൃശ്ശൂരിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് കേട്ടോ. ഞാനിതൊക്കെ കാണിക്കണത് നിങ്ങളുടെ ഉള്ളിൽ തൃശ്ശൂരിനെ കുറിച്ച് ചെറിയൊരു രൂപം വരാനാണ്. ചെറിയൊരു രൂപ വരല്ലോ, അങ്ങനെ വരല്ലോ. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചെറിയൊരു വീഡിയോയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയ ശബ്ദങ്ങളൊക്കെ വരും കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ ഇങ്ങനെ എൻ്റെ വീട്ടിലിരുന്നാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. അപ്പോൾ ഇടയിൽ ഇങ്ങനെ വണ്ടികൾ പോകും, ചെറിയ മെസ്സേജുകളൊക്കെ വരും, അത് നിങ്ങൾ നോക്കണ്ട. സോ ഞാൻ പറഞ്ഞു വന്നത്, തൃശ്ശൂരിനെ എനിക്ക് മുഴുവൻ കാണിക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് ഞാൻ തൃശ്ശൂരിനെ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കുന്നത്. കുറേ നാളുകളായിട്ട് സൈക്കിൾ ചെയ്യാൻ കിട്ടാത്ത കാരണം കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇവൻ ഞാൻ സൈക്കിളിമയാണ് പോണത്. ഞാൻ കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് അപ്പോസ്തലന്മാർ അവർ രാജ്യങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതിന് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ പറയണം. അതേ ഒരു വിഷൻ, വേറൊരു വിഷനൊന്നുമില്ല അവർക്ക്. അങ്ങനെ അവർ നടന്നിട്ട് ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു അധ്യായം ഈ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി, അല്ലെങ്കിൽ മിഷൻ ജേണി. 1-ാം മിഷൻ ജേണി, 2-ാം മിഷൻ ജേണി, 3-ാം മിഷൻ ജേണി, 4-ാമത്തെ റോമിലേക്കുള്ള യാത്ര. അതിൽ 1-ാമത്തെ മിഷൻ ജേണിയിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, കയറി മർക്കോസ് എന്ന് പറഞ്ഞ പേരുള്ള യോഹന്നാൻ ഇവരെ വിട്ടു പോകുമ്പോൾ, അതായത് മനുഷ്യന്മാർ വിട്ടു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതേതാ സ്ഥലം എന്നറിയോ? ഇതാണ് നമ്മുടെ കേരളവർമ്മ കോളേജ്. ഈ കേരളവർമ്മ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിച്ച്, ഒരുപാട് യൗവനക്കാർ പഠിച്ച് അവരുടെ ജീവിതത്തിനെ മാറ്റി മറിച്ചു വിട്ട സ്ഥലമാണ്. വിദ്യാഭ്യാസം വലിയൊരു ഘടകമുണ്ട് ആ ജീവിതത്തിൽ. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ വേറെ മൈൻഡിലേക്ക് നിങ്ങൾ ഫോക്കസ് തിരിയരുത്. പഠിക്കാനാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നല്ല കോളേജുകളിലൊക്കെ പോയിട്ട് നല്ല ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നമുക്ക് അറിവും വിദ്യാഭ്യാസം നേടാൻ പറ്റും. വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ല വിദ്യാഭ്യാസം വേണം. ഞാൻ സൈക്കിളിൽ എവിടെ തളർന്നപ്പോൾ
ദൈവം നമുക്ക് ഒരുക്കി വെക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവൻ ഒന്നും കരുതേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ട വഴിയിലൊക്കെ കിട്ടും. ഇത് സൗജന്യമായിട്ടൊരു അമ്മച്ചി സംഭാരം കൊടുക്കണതാണ്. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു വിട്ടാ, നല്ല രസമുണ്ടായിരുന്നു, കുറച്ച് സമാധാനം കിട്ടി. ഞാൻ 2 ഗ്ലാസ് സംഭാരം കുടിച്ച് ആ ഗ്ലാസ് അവിടെ കഴുകി വെച്ച് ഞാനതിനെ പതുക്കെ എൻ്റെ സൈക്കിൾ എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, നമ്മളൊരു നല്ലൊരു പ്രവൃത്തി ആരംഭിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഒരു എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ജെന്യൂനാവണം, നമ്മുടെ ട്രാക്ക് ജെന്യൂനാവണം, നമ്മൾ ആർക്കൊരു ഉപദ്രവം ചെയ്യാത്തൊരു ആളാവണം. ഒരു വണ്ടി പോകണട്ടാ, ആ വണ്ടി പോയിട്ട് സംസാരിക്കാൻ വെച്ചിട്ടാ. ഇവിടെ സൈലൻ്റായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വണ്ടികൾ പോകും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ കൂടെ യേശുവിനെ ചേർക്കാൻ ശ്രമിക്കുക. യേശുവില്ലാതെ നമുക്കൊന്നിനും പറ്റില്ല, കർത്താവില്ലാതെ നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഭാഗത്ത് ഏറ്റവും നന്മയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നോക്കുക. നല്ലത് ചെയ്താൽ നല്ലത് വരും, അത്ര ഉള്ളൂ. ഞാനൊക്കെ അങ്ങനെയാണ് ജീവിച്ച് പോണത്, ഞാനൊക്കെ അങ്ങനെയാണ് നടന്നു പോണത്. ഇത് നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് പോണ വഴിയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ഞാനിങ്ങനെ ഇവിടെ അങ്ങനെ വന്നപ്പോൾ കാഴ്ച ബംഗ്ലാവിലേക്കും അവിടെയൊക്കെ വന്നു. ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ചു. ഇതൊക്കെ കാണിച്ചു തരാമെന്ന് ആ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ കണ്ടാൽ അറിയായിരിക്കും, ഈ സ്ഥലങ്ങൾ കണ്ടാൽ അറിയായിരിക്കും. പക്ഷേ തൃശ്ശൂരിലല്ലാത്ത അനേകം ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും എൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോഴൊക്കെ പലപ്പോഴും ലൂക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി, ഇതൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്, ഞാനും പൗലോസിൻ്റെ കൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഞാനും ലൂക്കോസിൻ്റെ കൂടെ നടക്കുകയാണ്. എനിക്ക് പലപ്പോഴും ആ ഡയമെൻഷനിൽ കയറിയതായിട്ടുള്ള എനിക്ക് ഒരുപാട് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് തൃശ്ശൂരിലെ സാഹിത്യ അക്കാദമി പുസ്തകശാലയാണ്. ഇവിടെ കിട്ടാത്ത പുസ്തകമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് അറിവ് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും നമുക്കിവിടെ ലഭിക്കും. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് മോഡൽ ബോയ്സ് സ്കൂള്, മോഡൽ ഗേൾസ് സ്കൂള്, അതൊക്കെ വരണത്. തൃശ്ശൂർ റൗണ്ടിലേക്ക് നമ്മൾ കയറാണ് കേട്ടോ. തൃശ്ശൂർ റൗണ്ടിലേക്ക് ഞാനതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. തൃശ്ശൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. തൃശ്ശൂരിനെ സ്വപ്നം കണ്ട് തൃശ്ശൂരിൽ കർത്താവ് റിവൈവൽ വരുത്തും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ദൈവദാസന്മാർ എനിക്കറിയുന്നവരുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ചെറുതാണെങ്കിലും ചെറുത് ചെയ്യുക. നമ്മൾ സഞ്ചരിച്ച് നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈ സൈക്കിൾ ചവിട്ടുമ്പോഴൊക്കെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കർത്താവെ എല്ലാവരും നല്ലൊരു സമാധാനം കൊടുക്കണേ. ഈ മോഡൽ ബോയ്സ് സ്കൂളിൽ പഠിക്കാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല. പേര് കേട്ട ഒരു സ്കൂളാണത്, അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ പുത്തമ്പള്ളി കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. ചെറുപ്പത്തിൽ അമ്മൂമ്മയുടെ കൂടെ വന്നതൊക്കെ ആയിട്ട് ഓർമ്മയുണ്ട്. അമ്മയുടെ അമ്മ നല്ല വിശ്വാസിയായിരുന്നു. തിമോത്തിയോസിൻ്റെ അമ്മയുടെ അവസ്ഥ പറഞ്ഞ പോലത്തെ കാര്യമാണ്. നമ്മുടെ അമ്മൂമ്മ നല്ല വിശ്വാസിയാണ്, ഭയങ്കര വിശ്വാസമാണ് അമ്മച്ചിക്ക്. ആ അമ്മൂമ്മയാണ് നമുക്ക് യേശുവിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നതും. ഒരു വണ്ടി പോയതോട്ടാ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നതും. ഞാനങ്ങനെ ചുമ്മാ ഒന്ന് അവിടെ സൈക്കിൾ ചവിട്ടി ഇതൊക്കെ ഒന്ന് കാണിച്ച് തന്നതാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഈ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ സമയത്തിന് നമ്മൾ പരമാവധി വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക, നമ്മൾ അതിനൊക്കെ തക്കതായിട്ട് ഉപയോഗിക്കുക. വീട്ടിൽ ചുമ്മാ ഇരിക്കരുത്. എങ്ങടെങ്കിലൊക്കെ സൈക്കിൾ ചവിട്ടെടുത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം ഏതാണെങ്കിലും എടുത്തിറങ്ങുക. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എന്താണെങ്കിലും കർത്താവിന് വേണ്ടി ഇത് ചെയ്യുക, ചുമ്മാ ഇരിക്കരുത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുക എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആഫ്രിക്ക, ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്. ആഫ്രിക്കയിലുള്ള മിഷനുകളൊന്നും തീർന്നിട്ടില്ല. അതിനുവേണ്ടി ഞാൻ വീണ്ടും പോവും. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതായിട്ടൊന്നുമില്ല. കാരണം കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ സ്ഥലമാണ് നമ്മുടെ ശക്തൻ കേട്ടോ. ശക്തനിലെ ആകാശപാതയാണ്. തൃശ്ശൂരിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് റോഡൊക്കെ മുറിച്ച് കിടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ സ്ഥലമാണ്. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് സഹായമാണ്. ഈ സ്ഥലം നമുക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു യൗവനക്കാരൻ ഇവിടെ നിന്ന് പ്രസംഗിക്കണത്. അതെൻ്റെ അനിയനാണ്. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ അവൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അവൻ്റെ പേര് വിമൽനാഥ് എന്നാണ്. അവനാണ് തൃശ്ശൂരിൽ ഞാൻ കണ്ടേക്കണേ. കുഴപ്പമില്ലാണ്ട് എല്ലാ
ദിവസം സുവിശേഷീകരണത്തിന് വേണ്ടി പോണത്. ഇത് നമ്മുടെ സന്ദീപേട്ടനാണ്. കുറുക്കഞ്ചേരിയിൽ അറിയാത്തതായിട്ട് ആരുണ്ടാവില്ല സന്ദീപേട്ടൻ്റെ കട. നല്ല മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. ഞാൻ എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുമ്പോൾ ഭയങ്കര കെയറിങ്ങാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല നമുക്ക് വേണ്ട വെള്ളമൊക്കെ അത് തന്ന്. ഇല്ലാത്തതായിട്ടൊന്നുമില്ല, അവിടെ എല്ലാം കിട്ടും. വെള്ളം, ജ്യൂസ്, അത് ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇനിയും കാണാം കേട്ടോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ.